പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സെക്ഷൻ ബി ആണ്. 16-ാമത്തെ ക്വസ്റ്റ്യൻ, പ്രിൻസിപ്പിൾസ് ഓഫ് ബ്രേവിറ്റി, സംക്ഷിപ്തയുടെ തത്വങ്ങൾ. പറയാം ആൻസർ. അപ്പോൾ ഇതിൻ്റെ ഇംഗ്ലീഷും മലയാളവും നമ്മുടെ കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ചാനൽ ലഭ്യമാവും. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് കമൻറ്റ് ബോക്സിലുള്ള വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് കിടക്കാം. പ്രിൻസിപ്പിൾ ഓഫ് ബ്രേവിറ്റി എന്ന് പറഞ്ഞാൽ സംക്ഷിപ്തയുടെ തത്വങ്ങൾ. വ്യക്തവും സംക്ഷിപ്തവും സ്വാധീനം ചെലുത്തുന്നതും അനാവശ്യമായ വാക്കുകൾ ഒഴിവാക്കുക, പ്രധാന വിവരങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, നിങ്ങളുടെ പ്രേക്ഷകരുടെ ആവശ്യങ്ങളും അറിവും മനസ്സിലാക്കുക എന്നിവയാണ്. പ്രധാന സാങ്കേതിക വിദ്യകളിൽ നേരായ ഭാഷ, സജീവമായ ശബ്ദം, ചെറിയ വാക്യങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നു. അതേസമയം സന്ദേശത്തിൻ്റെ കാതലായ അർത്ഥവും ശക്തവും എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതുമാണെന്ന് ഉറക്കാൻ ഫില്ലർ പദങ്ങളും ആവർത്തനവും ഒഴിവാക്കുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഒപ്പീനിയൻ ലീഡേഴ്സ്, അഭിപ്രായ നേതാക്കൾ. അഭിപ്രായ നേതാക്കൾ എന്നത് സ്വാധീനമുള്ള വ്യക്തികളോ സ്ഥാപനങ്ങളോ ആണ്. അവർക്ക് പ്രത്യേക അറിവും ഉയർന്ന സാമൂഹ്യ പദവിയും ഉണ്ട്. അവർക്ക് അവരുടെ സോഷ്യൽ നെറ്റ്വർക്കുകളിലെ മറ്റുള്ളവരുടെ മനോഭാവങ്ങളെയും പെരുമാറ്റങ്ങളെയും സാരമായി സ്വാധീനിക്കാൻ കഴിയും. അവരുടെ കമ്മ്യൂണിറ്റികൾക്കുള്ളിൽ വിവരങ്ങൾ ഫിൽട്ടർ ചെയ്തും വ്യാഖ്യാനിച്ചും പ്രചരിപ്പിക്കുന്നതിലൂടെയും അവർ വിലപ്പെട്ട വിവരങ്ങൾ സ്രോതസ്സുകളായി വർത്തിക്കുന്നു. പലപ്പോഴും രാഷ്ട്രീയം അല്ലെങ്കിൽ മാർക്കറ്റിംഗ് പോലുള്ള സങ്കീർണമായ വിഷയങ്ങൾക്കായി. വൈദഗ്ധ്യം, ശക്തമായ ആശയവിനിമയ കഴിവുകൾ, ഉയർന്ന നിലവാരത്തിലുള്ള വിശ്വാസ്യത, സജീവമായ സാമൂഹ്യ പരസ്പര ബന്ധിതത്വം, പലപ്പോഴും അധികാര സ്ഥാനങ്ങൾ വഹിക്കുന്നത് അല്ലെങ്കിൽ പ്രൊഫഷണൽ സാമൂഹ്യ മേഖലയിൽ കാര്യമായ സാന്നിധ്യം പുലർത്തുന്നത് എന്നിവയാണ് പ്രധാന സവിശേഷതകൾ. ഇനി 18-ാമത്തെ ചോദ്യം, ഒബ്ജക്റ്റീവ്സ് ഓഫ് മീഡിയ ഫ്രീഡം. ആൻസർ, സ്വതന്ത്രവുമായ ഒരു മാധ്യമത്തെ സർക്കാരിനെ നിരീക്ഷിക്കാൻ പ്രാപ്തമാക്കുക, സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പാക്കുക, ജനാധിപത്യത്തിൽ വിവരമുള്ള പൊതുജന പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുക, വിവരങ്ങൾ തേടാനും സ്വീകരിക്കാനുമുള്ള അവകാശങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ ലക്ഷ്യങ്ങൾ. നമുക്ക് അത്ര എഴുതിയാൽ മതി. ഇച്ചിരി കൂടെ ഉണ്ട്, മറ്റേ ആൻസർ കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ ഉണ്ട്, അത് നിങ്ങൾ നോക്കി വെച്ചു. നമുക്ക് 3 or 4 സെൻറ്റൻസ് മതി. ഇനി 19-ാമത്തെ ചോദ്യം, നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി. ഇത് എസ് എ ആയിട്ട് വന്നിട്ടുണ്ട്. നെറ്റ്വർക്ക് സൊസൈറ്റിയുടെ പല ചോദ്യങ്ങളും എസ് എ ആയിട്ട് വരാൻ സാധ്യതയുള്ളതാണ്. അപ്പം നമുക്ക് നോക്കാം, നെറ്റ്വർക്ക് സൊസൈറ്റി എന്താണെന്ന് നോക്കാം. തന്ത്രപരമായ കാഴ്ചപ്പാട്, ആവശ്യമുള്ള ഒരു ദർശനം. ഡിജിറ്റൽ വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ വ്യാപകമായ ഉപയോഗത്താൽ രൂപപ്പെടുത്തിയ ഒരു സാമൂഹ്യ ഘടനയെ നെറ്റ്വർക്ക്ഡ് സൊസൈറ്റി എന്ന് വിളിക്കുന്നു. ഇത് ആളുകൾ എങ്ങനെ ഇടപഴകുന്നു, പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു എന്നതിൽ അഗാധമായ മാറ്റങ്ങൾക്ക് കാരണമാകുന്നു. പരമ്പരാഗത ശ്രേണിപരമായ ഘടനകളിൽ നിന്ന് ഇന്റർനെറ്റും മറ്റ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും നയിക്കുന്ന കൂടുതൽ വികേന്ദ്രീകൃതവും നെറ്റ്വർക്ക് അധിഷ്ഠിതവുമായ ഒരു മോഡലിലേക്കുള്ള മാറ്റത്തെ ഈ ആശയം എടുത്തു കാണിക്കുന്നു. അടുത്തത് 20-ാമത്തെ, ഇ കൊമേഴ്സിൻ്റെ ഭാവി. ഇന്നോവേഷൻസും ട്രെൻഡുകളും. ഇ-കൊമേഴ്സ് അഥവാ ഇലക്ട്രോണിക് കൊമേഴ്സ് എന്നത് ഇൻ്റർനെറ്റിലൂടെയും മറ്റ് ഇലക്ട്രോണിക് നെറ്റ്വർക്കുകളിലൂടെയും സാധനങ്ങളും സേവനങ്ങളും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതാണ്. വെബ്സൈറ്റുകൾ, മൊബൈൽ ആപ്പുകൾ, ആമസോൺ, എറ്റ്സി പോലുള്ള മാർക്കറ്റ് പ്ലേസുകൾ തുടങ്ങി വിവിധ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ബിസിനസ്സുകൾ, B2B ബിസിനസ്സുകൾ, ഉപഭോക്താക്കൾ, B2C ഉപഭോക്താക്കൾ സ്വയം, C2C എന്നിവ തമ്മിലുള്ള ഇടപാടുകൾ ഇതിൽപ്പെടുന്നു. ഈ ഡിജിറ്റൽ പ്രക്രിയ ആഗോളതലത്തിൽ എത്തിച്ചേരാനും ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യം നൽകാനും ബിസിനസ്സുകൾക്ക് വിശാലമായ വിപണി നൽകാനും അനുവദിക്കുന്നു. ഇത് ആധുനിക സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്രധാന ഭാഗമാക്കുന്നു. ഇനി 21-ാമത്തെ, മീഡിയ ഫാറ്റിഗ്യൂ, മാധ്യമ ക്ഷീണം. ഇൻഫർമേഷൻ ക്ഷീണം എന്നും അറിയപ്പെടുന്നു. പ്രത്യേകിച്ച് വാർത്തകളിൽ നിന്നും സോഷ്യൽ മീഡിയയിൽ നിന്നുമുള്ള വിവരങ്ങളുടെ നിരന്തരമായ ഒഴുക്ക് മൂലം അമിതഭാരവും ക്ഷീണവും അനുഭവപ്പെടുന്ന ഒരു വികാരമാണിത്. വിവരങ്ങളുടെ അമിതഭാരം മൂലമുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണിത്. മാധ്യമങ്ങളുമായുള്ള അമിത സമ്പർക്കം മൂലം വ്യക്തികൾക്ക് ക്ഷീണം, താല്പര്യമില്ലായ്മ അല്ലെങ്കിൽ നെഗറ്റീവ് വൈകാരിക പ്രതികരണങ്ങൾ പോലും അനുഭവപ്പെടുന്നു. ഇത് സോഷ്യൽ മീഡിയ ക്ഷീണം, വാർത്താ ക്ഷീണം അല്ലെങ്കിൽ ഡിജിറ്റൽ ക്ഷീണം എന്നിങ്ങനെ പ്രകടമാകാം. ഓരോന്നിനും അതിൻ്റെതായ സൂക്ഷ്മതകളുണ്ട്. പക്ഷേ
മാനസികവും വൈകാരികവുമായ ക്ഷീണത്തിൻ്റെ പൊതുവായ ത്രെഡ് പങ്കിടുന്നു. 22ാമത്തെ ക്വസ്റ്റ്യൻ, ബാൻഡ് വാഗൺ എഫക്റ്റ്. ബാൻഡ് വാഗൺ എഫക്റ്റ് എന്നത് ഒരു മാനസിക പ്രതിഭാസമാണ്. അതിൽ മറ്റുള്ളവർ ചില പെരുമാറ്റ രീതികൾ, ശൈലികൾ അല്ലെങ്കിൽ മനോഭാവങ്ങൾ സ്വീകരിക്കുന്നു. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, പൊതുജനങ്ങൾക്കിടയിൽ ഒത്തുചേരുന്ന പ്രത്യേക പ്രവർത്തനങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ഫലമായി പൊതുജനാഭിപ്രായമോ പെരുമാറ്റങ്ങളോ മാറാൻ കഴിയുന്ന ഒരു വൈജ്ഞാനിക പക്ഷപാതമാണിത്. ഇനി 23ാമത്തെ ചോദ്യം, യൂസ് ജനറേറ്റഡ് കണ്ടന്റ് ഇൻ ന്യൂ മീഡിയ. UGC എന്ന് പറയും. മാർക്കറ്റിലേക്കുള്ള ആത്യന്തിക ഗൈഡ് നവമാധ്യമങ്ങളിലെ ഉപയോകൃത ജനറേറ്റഡ് ഉള്ളടക്കം. UGC എന്നത് ബ്രാൻഡിനേക്കാൾ ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ആരാധകർ സൃഷ്ടിച്ച ഏതെങ്കിലും വാചകം, ചിത്രം അല്ലെങ്കിൽ വീഡിയോയെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, അവലോകനങ്ങൾ, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ അല്ലെങ്കിൽ ബ്ലോഗ് ലേഖനങ്ങൾ. പരമ്പരാഗത പരസ്യങ്ങളെക്കാൾ യാഥാർത്ഥ്യ അഭിപ്രായങ്ങളാണ് പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് എന്നതിനാൽ ഈ ആധികാരിക ഉള്ളടക്കം യാഥാർത്ഥ്യ അനുഭവങ്ങളും പ്രദാനം ചെയ്യുകയും വിശ്വാസം വളർത്തുകയും ചെയ്യുന്നു. ബ്രാൻഡ് വിശ്വസ്തത വർദ്ധിപ്പിക്കുന്നതിനും വെബ്സൈറ്റ് ട്രാഫിക് വർദ്ധിപ്പിക്കുന്നതിനും സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ SEO മെച്ചപ്പെടുത്തുന്നതിനും ഒരു ബ്രാൻഡിന് ചുറ്റും ശക്തമായ ഒരു സമൂഹബോധം വളർത്തുന്നതിനും നവമാധ്യമങ്ങളിൽ UGC നിർണായകമാണ്. അടുത്ത 24ാമത്തെ, പ്രൊപ്പഗണ്ട. പ്രൊപ്പഗണ്ട എന്ന അജണ്ട. ഒരു പ്രത്യേക അജണ്ട, വിശ്വാസം അല്ലെങ്കിൽ പ്രവൃത്തി സ്വീകരിക്കാൻ പ്രേക്ഷകരെ സ്വാധീനിക്കുന്നതിനോ പ്രേരിപ്പിക്കുന്നതിനോ വേണ്ടി തിരഞ്ഞെടുത്തതോ പക്ഷപാതപരമോ ആയ വിവരങ്ങളുടെ ആശയവിനിമയമാണ് പ്രചാരണം. ഇത് പലപ്പോഴും വൈകാരികമായ, വികാരഭരിതമായ ഭാഷ ഉപയോഗിക്കുന്നു, വസ്തുക്കൾ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ വൈകാരിക പ്രതികരണം ഉണർത്തുന്നതിനും പൊതുജനാഭിപ്രായം കൈകാര്യം ചെയ്യുന്നതിനും യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള വികലമായ വീക്ഷണം അവതരിപ്പിക്കുന്നു. അന്തർലീനമായ നെഗറ്റീവ് ഇല്ലെങ്കിലും സാമ്പത്തിക, സൈനിക അല്ലെങ്കിൽ രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി തെറ്റിദ്ധരിപ്പിക്കുന്നതോ തെറ്റായതോ ആയ വിവരങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് രാഷ്ട്രീയ പ്രചാരണങ്ങളിൽ യുദ്ധസമയത്തും ചരിത്രപരമായി ഉപയോഗിച്ചതിനാൽ ഈ പദത്തിന് ശക്തമായ നെഗറ്റീവ് അർത്ഥമുണ്ട്. അടുത്ത 25ാമത്തെ ചോദ്യം, ഡൈസ്ഫങ്ഷൻസ് ഓഫ് മാസ് മീഡിയ. മാധ്യമങ്ങളുടെ പ്രവർത്തന വൈകല്യം. അപ്പം മാധ്യമങ്ങളുടെ പ്രവർത്തന വൈകല്യം മയക്കുമരുന്ന് ഉപയോഗത്തിലെ തകരാറുകൾ ഉൾപ്പെടുന്നു. അവിടെ വിവരങ്ങളുടെ അമിതഭാരം നിസ്സംഗതയിലേക്കും സാമൂഹിക അകൽച്ചയിലേക്കും നയിക്കുന്നു. തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതിനും പൊതുജനാഭിപ്രായത്തെ പ്രതികൂലമായി സ്വാധീനിക്കുന്നതിനുമുള്ള തെറ്റായ വിവരങ്ങളുടെ പ്രചാരണങ്ങളുടെയും സാധ്യത ഏകീകൃതമോ സൃഷ്ടിപരമായി ഇടപഴകുന്നതോ ആയ ഒരു സമൂഹത്തിന് പകരം സ്റ്റീരിയോ ടൈപ്പുകൾ നിലനിർത്തുക, ആസക്തി, സൈബർ ഭീഷണി എന്നിവയ്ക്ക് സംഭാവന നൽകുക, സ്വകാര്യത ഇല്ലാതാക്കുക, സാമൂഹിക വിഭജനം വളർത്തുക എന്നിവയാണ് മറ്റ് തകരാറുകൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.